ആലപ്പുഴയിൽ നിന്നൊരു വാർത്ത. അർത്തുങ്കലിൽ ഗൂണ്ടാ സംഘം ഒരു ബാർ അടിച്ചു തകർത്തു. ചള്ളിയിൽ കാസിൽ എന്ന ബാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സംഭവത്തിൽ കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണു പോലീസ് പിടിയിലായി. 3 ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പ്രാഥമിക കണക്ക്. തനി ഗൂണ്ട സ്റ്റൈലായിരുന്നു. അടിച്ച് തകർക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന്. മനീഷ, ഇതിൽ 2-3 പേരെ കാണുന്നുണ്ടല്ലോ, അതിൽ ഒരാൾ മാത്രമേ പിടിയിലായുള്ളൂ. എന്താണ് അവസ്ഥ? ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരാളാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളതെന്നാണ് അർത്തുങ്കൽ പോലീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. 2 ബൈക്കുകളിലായി 4 പേരെത്തുന്നു. ഈ 4 പേർക്ക് മുഖംമൂടി ഉണ്ടായിരുന്നു. മുഖം മറച്ച ശേഷം ഇവർ ആദ്യം ബാറിലേക്ക് കയറുന്നത് തന്നെ ബാറിന്റെ ബോർഡ് അടിച്ച് തകർത്ത ശേഷമാണ്. അങ്ങനെ ഈ ചള്ളിയിൽ കാസിൽ എന്ന ബാറിനുള്ളിലേക്ക് കയറുന്നു. ഉള്ളിൽ കയറി നശിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വില കൂടിയ മദ്യങ്ങളടക്കം ഷെൽഫിലുണ്ടായിരുന്നു. അതെല്ലാം അടിച്ചു തകർക്കുകയും കൗണ്ടറിലുള്ള ആളുകളൊക്കെ തന്നെ, മദ്യപിക്കാൻ എത്തിയിരുന്ന മറ്റാളുകളൊക്കെ തന്നെ പേടിച്ച് ഭയന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. വലിയ വാളുണ്ടായിരുന്നു. ഈ 2 പേരുടെ കയ്യിൽ വലിയ മൂർച്ചയേറിയ വാളുണ്ടായിരുന്നു. ഈ വാൾ ഉപയോഗിച്ചാണ് മദ്യക്കുപ്പികൾ അടിച്ച് തകർന്നത്, വെട്ടി നശിപ്പിച്ചത്. 1,28,000 രൂപയുടെ മദ്യക്കുപ്പികൾ മാത്രം 1,28,000 രൂപ വരുമെന്നാണ് നിലവിൽ ബാർ ഉടമ പറയുന്നത്. ആകെ 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി പ്രാഥമിക കണക്കുണ്ട്. പോലീസ് ഇത് സംശയിക്കുന്നത് ഒരു കൊട്ടേഷനാണോ, ഈ രീതിയിൽ പരസ്യമായി വന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഒരു ബാർ ഈ രീതിയിൽ അടിച്ചു തകർക്കുന്നതിന് പിന്നിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള പെട്ടെന്നുണ്ടായ പ്രകോപനം മാത്രമായിരിക്കില്ല, അല്ലെങ്കിൽ റോബറി മാത്രമായിരിക്കില്ല, മറ്റെന്തെങ്കിലും കൊട്ടേഷൻ ഉണ്ട് എന്നുള്ള സംശയമാണ് പോലീസിനുള്ളത്. നിലവിൽ ഈ കടക്കരപ്പള്ളി സ്വദേശി വിഷ്ണുവിനെ ചോദ്യം ചെയ്ത് വരികയാണ്. പക്ഷെ ഉടമ പറയുന്നത് തന്നോട് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തോട് ആർക്കും വൈരാഗ്യമോ മറ്റു കാര്യങ്ങളില്ല, ഇവർ റോബറിയുടെ ഭാഗമായി മദ്യക്കുപ്പികൾ അപഹരിക്കാൻ എത്തിയതാണ് എന്നാണ്. പക്ഷേ നിലവിൽ പോലീസിന്റെ കണ്ടെത്തലനുസരിച്ച് 2 ലിറ്റർ മദ്യം മാത്രമേ ഈ ബാറിൽ നിന്നും അപഹരിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ 1,28,000 രൂപയുടെ മദ്യം നശിപ്പിച്ചിട്ടുണ്ട്. ബാർ ആകെ അടിച്ച് തകർത്ത നിലയിലാണ്. ഓക്കെ, മനീഷ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ഈ ഗുണ്ടാസിനൊന്നും ഈ പോലീസ് സാന്നിധ്യം വലിയ കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും നിയമം കുറച്ചുകൂടി കർക്കശമാക്കുകയും ഇങ്ങനെയുള്ള ആളുകളെ കുറച്ചുകൂടി കർക്കശമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പോലീസ് സംവിധാനത്തിനും ആഭ്യന്തര വകുപ്പിനും കഴിയട്ടെ. അല്ലെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം കട്ടപ്പോകയാകും.